നമസ്കാരം. നമ്മുടെ ഈശ്വരാന്വേഷണം, നമ്മൾ ഈശ്വരനെ അന്വേഷിക്കുന്നത് പുറമെയാണ്. പുറം ലോകത്തിലാണ് നമ്മൾ ഈശ്വരനെ അന്വേഷിക്കുന്നത്. ഈ കാണുന്നതിൽ, ഈ പുറമേ കാണുന്നതിലാണ് നമ്മൾ അന്വേഷിക്കുന്ന ഈശ്വരനെ. തുടക്കത്തിൽ തന്നെ നമുക്ക് പുറമേ അറിയാൻ, കാണാൻ സാധ്യമല്ല. തുടക്കത്തിൽ തന്നെ, ആദ്യമേ തന്നെ അങ്ങനെ കാണാൻ സാധ്യമല്ല. പക്ഷേ ഈശ്വരൻ്റെ സ്ഥിതി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വരൻ എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഒരുവൻ ഈശ്വരനെ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും അറിയേണ്ടതും അവനവൻ്റെ ഹൃദയത്തിലാണ്. അവനവൻ്റെ ഹൃദയത്തിലാണ്. അപ്പം നമ്മുടെ ഉപനിഷത്തുകൾ, ഭഗവത്ഗീതയിലൊക്കെ ഇതിനെ ക്ലീനായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും നിയന്താവ് ഈശ്വരൻ ആയതുകൊണ്ട് ആ ഈശ്വരനെ നമ്മൾ ശരണം പ്രാപിക്കണം. അപ്പം അങ്ങനെ ശരണം പ്രാപിക്കുമ്പോഴാണ്, ആരാണോ ശരണം പ്രാപിക്കുന്നത്, അങ്ങനെ ശരണം പ്രാപിക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. അപ്പോഴാണല്ലോ ധന്യമാവുന്നത്. അപ്പം സർവഭാവേന ഭാരത, സർവഭാവേന, അപ്പം ഭാവന ചെയ്ത് ശരണം പ്രാപിക്കണം. അപ്പം ഭാവന മുഖ്യമാണ്. അപ്പം ഈ പരിശീലനം, ഇങ്ങനെ ഭാവന ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, ഈ പരിശീലനം അവനവൻ്റെ ഉള്ളിൽ നടക്കണം. അവനവൻ്റെ ഉള്ളിൽ. അപ്പം ഈ ഭാവന ചെയ്യണം എന്നുള്ള നിഷ്ഠ, ഭാവനയും നിഷ്ഠയും നമ്മുടെ അന്തർമണ്ഡലങ്ങളിലേക്ക്, ഉള്ളിൽ മണ്ഡലങ്ങളിൽ നടക്കുമ്പോൾ, അവനവൻ്റെ ഉള്ളിൽ നടക്കുന്നത് കൊണ്ട് അവന് ഈ ഇതിനെ അനുഭവിക്കാനുള്ള വഴി ഉള്ളിൽ നടക്കുന്നത് കൊണ്ട് കേട്ടോ. ഉള്ളിൽ ഈ ഭാവനയോടുകൂടി നിഷ്ഠയോടുകൂടി ഇങ്ങനെ അനുഭവിക്കുന്നത് കൊണ്ട് അവന് അങ്ങനെ അനുഭവിക്കുന്നത് കൊണ്ട് അയാൾക്ക് അതിങ്ങനെ തെളിഞ്ഞു തുടങ്ങും. അതിനുള്ള വഴി എങ്ങനെയാണ് എന്നുള്ള വഴി ഇങ്ങനെ തെളിഞ്ഞ് തുടങ്ങും. അപ്പം ചിത്തപ്രസാദ രൂപത്തിൽ അയാൾക്ക് ഈശ്വരപ്രസാദം ഉണ്ടാകും. അപ്പം അങ്ങനെ നടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫലമായിട്ട് ശാശ്വതമായ ശാന്തി, അഴിവില്ലാത്ത ആത്മനില, തീർന്നു പോകാതെ എപ്പോഴും അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്ന ആത്മനില അയാൾക്ക് കൈവരിക്കും. അപ്പം ഭഗവത്ഗീത 18-ാമത്തെ അധ്യായത്തിൽ 61, 62 ശ്ലോകത്തിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയാണ്, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി
ശാശ്വതം. അപ്പൊ ആ ശാശ്വതം, ഒരിക്കലും അഴിവില്ലാത്ത ആ ശാന്തി അയാൾക്ക് കൈവരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഏത് സന്ദർഭത്തിലും ഭഗവാന്റെ തീരുമാനം മാത്രമാണ് ഇവിടെ നടക്കുന്നുള്ളൂ. ഇനി ഭഗവാന്റെ തീരുമാനം മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ള സത്യം എപ്പോഴാണോ ഒരാൾക്ക് ഈ സത്യം ഒരു വ്യക്തി അറിയുന്നത്, ഈ സത്യം ഒരു വ്യക്തി അറിയുന്നത്, ആ അറിയുന്ന സന്ദർഭത്തിൽ അറിയുന്നതിന് മുമ്പുണ്ടായിരുന്നതായ ധാരണകൾ അത് ശരിയായ ധാരണയാണോ എന്നറിയില്ല, അത് ചിലപ്പോൾ തെറ്റായിട്ടുള്ള ധാരണ ആയിരിക്കാം. അപ്പൊ അറിഞ്ഞു കഴിഞ്ഞാൽ ആ മുൻ തെറ്റിദ്ധാരണകൾ അയാളിൽ ഇല്ലാതെയാകും. ഇതറിയുമ്പോൾ എന്തറിയുമ്പോൾ? എല്ലാം ഭഗവാന്റെ കൺട്രോളിലാണ് എന്നറിയുമ്പോൾ. ഈ സത്യം എപ്പോഴാണോ ഒരാൾ അറിയുന്നത്, ആ അറിയുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ, അണ്ടർലൈൻ ചെയ്യണത്. അപ്പൊ അയാളിൽ ഈ അറിയുമ്പോൾ മുൻപിൽ ഉണ്ടായിരുന്നതായ തെറ്റിദ്ധാരണകൾ ഇല്ലാതാകും. പിന്നെ അയാളുടെ ജീവിതം ഭഗവത് സമർപ്പിതമായ ഒരു ജീവിതമായി മാറും അറിയുമ്പോൾ. അപ്പൊ ഭഗവത് സമർപ്പിതമായ ജീവിതം എന്നാൽ അങ്ങനെ പറഞ്ഞാൽ എന്താ? ഭഗവത് മഹിമ അറിയുന്ന ജീവിതം. അപ്പൊ ഭഗവാന്റെ മഹിമയിലാണ് തൻ്റെ മഹിമ നിൽക്കുന്നത്. അവനവൻ്റെ മഹിമ നിൽക്കുന്നത് ഭഗവാന്റെ മഹിമയിലാണ് എന്ന് ഒരാൾ അറിയാൻ സാധിച്ചാൽ, ഭഗവത് കൃപ കൊണ്ട് ഇപ്പം ആ മഹിമയിലാണ് നമ്മൾ നിൽക്കുന്നത്, തൻ്റെ മഹിമ നിൽക്കുന്നത് എന്ന് അയാൾ അറിയാൻ സാധിച്ചാൽ, അങ്ങനെ ഒരാൾ എന്നാണോ അറിയുന്നത്, ഇതൊരു ഭാഗ്യമാണ്. അങ്ങനെ അറിയുമ്പോൾ ഒന്ന് ശ്വസിക്കണം, ഒന്ന് ഇങ്ങനെ ചലിക്കണം, ഒന്ന് കണ്ണു തുറന്ന് നോക്കണം, ഒന്ന് നടക്കണം, ഒന്ന് കേൾക്കണം, ഒന്ന് മണക്കണം, ഒന്ന് രുചിക്കണം, ഒന്ന് സംസാരിക്കണം എന്ന് തുടങ്ങി എല്ലാ കാര്യവും, സകല കാര്യവും, എന്ത് കാര്യം ചെയ്യുന്നുവോ അത് മുഴുവൻ ഭഗവത് മഹിമയാൽ മാത്രം എന്ന് അറിയുന്ന ആൾക്ക് അറിയാൻ സാധിക്കും. ആർക്ക്? അറിയുന്ന ആൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ അറിയാനുള്ള ഭാഗ്യം. അപ്പൊ എങ്ങനെയാണോ ഓരോ വ്യക്തിയും ഈ സത്യം അറിയുവാനും, ഓരോരുത്തരും ഈ സത്യം അറിയുവാനും, ഈ അറിഞ്ഞ സത്യത്തിൽ സ്ഥിരമായി നിൽക്കുവാനും ഉള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ, സാധിക്കട്ടെ എന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.